പാലക്കാട് ബ്രൂവറി വിഷയത്തിൽ സർക്കാരിനൊപ്പം നിൽക്കാൻ തീരുമാനമെടുത്ത് ജനതാദൾ എസ്. തിരുവനന്തപുരത്ത് ചേർന്ന നേതൃയോഗത്തിലാണ് തീരുമാനം. മന്ത്രിസ്ഥാനത്ത് നിന്നും കെ കൃഷ്ണൻകുട്ടിയെ മാറ്റണമെന്ന ആവശ്യമുയർന്നെങ്കിലും ഇക്കാര്യത്തിൽ സംസ്ഥാന അധ്യക്ഷൻ മാത്യു ടി തോമസ് ചർച്ചയ്ക്ക് അനുമതി നൽകിയില്ല. പാലക്കാട് ബ്രൂവറി അനുവദിച്ചതിലും മണിയാർ വൈദ്യുത പദ്ധതി കരാർ സ്വകാര്യ കമ്പനിക്ക് നീട്ടി നൽകിയതിലും വ്യക്തമായ നിലപാടെടുക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയെ പിൻവലിക്കണമെന്ന് ജനതാദൾ എസ് ആവശ്യമുയർന്നത്. ഇക്കാര്യത്തിൽ ഭൂരിപക്ഷ ജില്ലാ കമ്മിറ്റികൾ നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് തിരുവനന്തപുരത്ത് നേതൃയോഗം വിളിച്ചത്. പാർട്ടി സംസ്ഥാന ഭാരവാഹികളും ജില്ലാ പ്രസിഡന്റുമാരും പങ്കെടുത്ത യോഗത്തിലാണ് ബ്രൂവറിയിൽ സർക്കാരിനൊപ്പം നിൽക്കാൻ തീരുമാനമെടുത്തിരിക്കുന്നത്. ബ്രൂവറിക്കെതിരെ നിൽക്കേണ്ടതില്ലെന്നാണ് പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെയും നിലപാട്. കോള കമ്പനിയെ തുരത്താൻ മുന്നിൽ നിന്ന പാർട്ടിയാണ് JDS എന്ന നേതാക്കൾ അഭിപ്രായപ്പെട്ടെങ്കിലും പ്ലാച്ചിമടയിലെ സാഹചര്യമല്ല എലപ്പുള്ളിയിലുള്ളതെന്നും മന്ത്രി കെ കൃഷ്ണൻകുട്ടി യോഗത്തിൽ വിശദീകരിച്ചു. അതേസമയം മന്ത്രിസ്ഥാനത്ത് നിന്നും കെ കൃഷ്ണൻകുട്ടിയെ നീക്കണമെന്ന് 9 ജില്ലാ കമ്മിറ്റികൾ യോഗത്തിൽ ആവശ്യപ്പെട്ടെങ്കിലും ഇക്കാര്യത്തിൽ ചർച്ചയില്ലെന്ന് സംസ്ഥാന അധ്യക്ഷൻ മാത്യു ടി തോമസ് അറിയിക്കുകയായിരുന്നു. സംസ്ഥാന അധ്യക്ഷന്റെ പ്രത്യേക അധികാരം ഉപയോഗിച്ചായിരുന്നു മാത്യു ടി തോമസിന്റെ ഈ നടപടി. മന്ത്രിയാകാൻ താനില്ലെന്നും കെ കൃഷ്ണൻകുട്ടി തന്നെ മന്ത്രിയായി തുടരുമെന്നുമാണ് മാത്യു ടി തോമസ് യോഗത്തെ അറിയിച്ചത്. ഇതോടെ ബ്രൂവറിയിൽ സർക്കാരിനൊപ്പം നിൽക്കാൻ തീരുമാനമെടുത്തെങ്കിലും മന്ത്രിമാറ്റത്തെ ചൊല്ലിയുള്ള തർക്കം പാർട്ടിക്കുള്ളിൽ അഭിപ്രായ ഭിന്നതയായി തുടരുകയാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.